നമ്മൾ ആദ്യ പകുതിയുടെ ആദ്യം ആറ്റുകാലിലാണ് തുടങ്ങിയത്. ഇപ്പൊ രണ്ടാം പകുതിയുടെ ഏറ്റുമാനൂരിൽ നിന്നാകണം. കാരണം അവിടെ ഇന്ന് 7:30 പൊന്നാന ദർശനമാണ്. വലിയ കാണിക്കുകയാണ്. എന്തായാലും നമ്മൾ സജീവമായി തന്നെ പ്രേക്ഷകരിലേക്ക് ആ ദൃശ്യങ്ങൾ എത്തിക്കുന്നുണ്ട്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ അരുൺ കൊടുങ്ങൂരുണ്ട് അവിടെ. തീർച്ചയായും പ്രേക്ഷകർ കാത്തിരിക്കുക എന്നുള്ളതാണ് തുടക്കത്തിലെ പറയുന്നത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ 7:30 പൊന്നാന ദർശനം ഇന്ന് രാത്രി 12 മണിയോടുകൂടിയാണ് പൊന്നാന ദർശനം ആരംഭിക്കുക. ഭക്തസഹസ്രങ്ങളാണ് പൊന്നാന ദർശനത്തിനായി ഭഗവാന്റെ സന്നിധിയിലേക്ക് എത്തുക. പുണ്യ നിമിഷത്തിന് സാക്ഷ്യം വഹിക്കാൻ 10,000-കണക്കിന് വിശ്വാസികളാണ് ഇപ്പോൾ തന്നെ ഭഗവാന്റെ സന്നിധിയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. വിവരങ്ങളുമായി അരുൺ കൊടുങ്ങൂർ, ഒപ്പം തന്നെ ശില്പ ശിവ എന്നിവർ ചേരുകയാണ്. അരുൺ, ശില്പ, സുപ്രഭാതം. ഇന്ന് രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വലിയ തിരക്കാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇന്ന് രാത്രിയാണ് 7:30 പൊന്നാന ദർശനം. നമ്മൾ ജനം TV വളരെ സജീവമായി തന്നെ അവിടെ രംഗത്തുണ്ട്. തത്സമയം പ്രേക്ഷകരിലേക്ക് ആ ദൃശ്യങ്ങൾ എത്തിക്കുന്നുമുണ്ട്. പറയൂ, എങ്ങനെയാണ് രാവിലത്തെ അവിടുത്തെ കാഴ്ചകൾ? തീർച്ചയായും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഭക്തിസാന്ദ്രമായ കാഴ്ചകളാണ് എങ്ങുമുള്ളത്. എന്തായാലും ഭഗവാന്റെ എഴുന്നള്ളിപ്പ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് രാവിലെ ജയറാമിൻ്റെ ഒരു മേളമുണ്ട്. അതായത് എല്ലാ വർഷവും ഈ 7:30 പൊന്നാന ദിവസമാണ് ഈ ജയറാമിൻ്റെ മേളം. ഈ പ്രദേശം ഒന്നാകെ ഈ ഭക്തരെ കൊണ്ട് നിറഞ്ഞ ആ മേള ആസ്വാദകരെ കൊണ്ട് നിറയുന്ന. ശില്പ, ആദ്യമായിട്ടാണ് ഏറ്റുമാനൂര്? തീർച്ചയായിട്ടും ഞാൻ ആദ്യമായിട്ടാണ് ഈ ഒരു ദിവസം തന്നെ ഏറ്റുമാനൂരിലേക്ക് എത്താൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. ഇപ്പോൾ നമുക്കറിയാം, ഭഗവാൻ ശിവേലി നടക്കുന്ന സമയത്ത് നമുക്കത് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനുള്ള പുറപ്പാടുകൾ എനിക്ക് 8 ആനകളുടെ അകമ്പടിയോടുകൂടി മൊത്തം 9 ആനകളാണ് ശ്രീബലിക്ക് ഇവിടെ എത്തിയിരിക്കുന്നത്. അപ്പോൾ അത്രയും പുണ്യം നിറഞ്ഞ ഒരു ദിവസത്തിൽ ഏറ്റുമാനൂരപ്പൻ്റെ നടക്കിൽ നിന്ന് ഇവിടെ നമുക്ക് ഭാഗമാക്കാൻ സാധിക്കുന്നു എന്ന് പറയുന്നത് തന്നെ വലിയൊരു കാര്യമാണ്. എല്ലാവരും ഒരുപോലെ വലിയ ആകാംക്ഷയോട് കൂടിയിട്ടാണ് ഇന്ന് രാത്രി നടക്കാൻ പോകുന്ന 7:30 പൊന്നാന ദർശനത്തിന് വേണ്ടി കാത്തിരുന്നുകൊണ്ടിരിക്കുന്നത്. ഭഗവാനെ അങ്ങനെ കാണുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ് എല്ലാവരും കണക്കാക്കുന്നത് എന്നുള്ളതല്ലേ. ഈ നിൽക്കുന്ന ഈ ഒരു സ്ഥലത്തേക്കാണ് വൈകിട്ട് 12 മണിക്കാണ് 7:30 പൊന്നാന ദർശനം ആരംഭിക്കുക. അതിനുശേഷം ഈ 7:30 പൊന്നാനകളുടെ അകമ്പടിയിൽ ഭഗവാന്റെ ഒരു എഴുന്നള്ളിപ്പുണ്ട്. ഏറ്റവും നയന മനോഹരമായ ഒരു കാഴ്ച. കാരണം ആ 7:30 പൊന്നാനകൾ ഇങ്ങനെ ഭഗവാന്റെ മുന്നിൽ നിൽക്കുന്നു, അതോടൊപ്പം തന്നെ ആ ഭഗവാൻ ഇങ്ങനെ പിന്നിൽ നിൽക്കുന്നു. ഒരു ഏറ്റവും മനോഹരമായുള്ള ഒരു കാഴ്ചകളിലൂടെയാണ് ഈ ക്ഷേത്ര സന്നിധി ഒന്നാകെ പോകുന്നത്. എന്തായാലും അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളൊക്കെ തന്നെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ നമ്മളും തയ്യാറായിട്ടുണ്ട്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് രാത്രി 12 മണിക്കാണ് 7:30 പൊന്നാന ദർശനം നടത്തുക. അതിനുവേണ്ട ക്രമീകരണങ്ങൾ, ഒരുക്കങ്ങളൊക്കെ തന്നെ പൂർത്തിയായിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരു ഭക്തജന പ്രവാഹം തന്നെയാണ് ക്ഷേത്ര സന്നിധിയിലേക്ക് ഈ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഒരു തിരക്ക് ഈ വരും മണിക്കൂറുകളിലും ഒക്കെ തന്നെ വർദ്ധിക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് നിലവിലുള്ളത്. എന്തായാലും അതിനനുസരിച്ച് തിരക്കിൻ്റെ ഒരു ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ഒരു സുരക്ഷാ ക്രമീകരണങ്ങൾ രാവിലെ തന്നെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആ ഒരു ക്രമീകരണങ്ങൾ, ഗതാഗത നിയന്ത്രണങ്ങളടക്കം തിരക്ക് നിയന്ത്രിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഏറ്റവും 7:30 പൊന്നാന എന്ന് പറയുമ്പോൾ നമുക്കറിയാം വലിയൊരു പൊന്നിൻ തിളക്കത്തിലാണ് നമുക്ക് മഹാദേവനെ ഇന്ന് രാത്രി കാണാൻ സാധിക്കുക. എത്ര വൈകിയായിരുന്നെങ്കിലും അത് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ കളിച്ചുകൂട്ട ഭക്തർ എന്ന് പറയുന്നത് ആ ഒരു ഐശ്വര്യപ്രദായകമായ ഒരു നിമിഷത്തിന്റെ ഭാഗമാവാനുള്ള വലിയ ആഗ്രഹം കൊണ്ട് ഇവിടെ ഈ ആസ്ഥാന മണ്ഡപത്തിന് മുമ്പിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. എന്തായാലും 7:30 പൊന്നാന ദർശനം ഉണ്ടാവുക എന്നുള്ളതല്ലേ. തീർച്ചയായും ഇവിടെയാണ്. എന്തായാലും ഈ ഒരു പ്രദേശത്തേക്ക് മൊത്തം വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കിലാകും ഈ ക്ഷേത്ര സന്നിധി ഒന്നാകെ. എന്തായാലും ഈ 7:30 പൊന്നാന ദർശനം നടത്തുന്ന ആസ്ഥാന മണ്ഡപമാണ് ഇത്. ആ ആസ്ഥാന മണ്ഡപത്തിന് ഇവിടേക്കാണ് ഈ ദർശനത്തിനുള്ള ഒരു ക്രമീകരണങ്ങൾ ഒക്കെ തന്നെ നേരത്തെ രാഖി സൂചിപ്പിച്ച പോലെ വലിയ കാണിക്കുകയും ഇവിടെ തന്നെയാണ് നടക്കുകയും ചെയ്തത്. എന്തായാലും ആ ഒരു വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കിലാകും ഈ ക്ഷേത്ര സന്നിധി ഉണ്ടാകുക. എന്തായാലും ആ ഒരു ശരിക്കും മധ്യ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളിൽ ഒന്ന് തന്നെയാണ്. ആ ഒരു തിരക്ക് തന്നെ ഈ ഏറ്റുമാനൂർ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു തിരക്കിലേക്ക് ഈ ക്ഷേത്ര സന്നിധി ഒന്നാകെ പോകും. എന്തായാലും ആ ഒരു തിരക്ക് ക്രമീകരിക്കുന്നതിനുള്ള ഒരു വലിയ സന്നാഹങ്ങൾ അത് ജില്ലാ പോലീസ് മേധാവിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ദിവസം തന്നെ അവലോകന യോഗമൊക്കെ തന്നെ നടത്തിയിരുന്നു. ഏതായാലും ആ അവലോകന യോഗങ്ങളൊക്കെ തന്നെ കൃത്യമായി തന്നെ ഈ തിരക്ക് നിയന്ത്രിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഗതാഗത നിയന്ത്രണങ്ങൾ അടക്കം എത്തി. എന്തായാലും ഭക്തിസാന്ദ്രമായ ഒരു അന്തരീക്ഷത്തിലേക്ക്
തിരക്കിലേക്കാണ് ക്ഷേത്ര സന്നിധി ഒന്നാകെ ഉള്ളത്. എന്തായാലും ആ ഒരു തിരക്കിലേക്ക് തന്നെ എത്തുകയും ചെയ്തു. എന്തായാലും ക്ഷേത്രത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ തന്നെ നമുക്കൊപ്പം ചേരുകയാണ്. എന്തായാലും എല്ലാവിധ ക്രമീകരണങ്ങളും പൂർത്തിയായിരിക്കുകയാണ്. എന്തായാലും ആ ഒരു നിമിഷത്തിനായി ഏഴര പൊന്നാന നിമിഷത്തിനായുള്ള ഒരു കാത്തിരിക്കല്ലേ? അതെ അതെ അതെ, ഏഴര പൊന്നാന ദർശനം രാത്രി 12 മണിയോടാണ് ആരംഭിക്കുന്നത്. ഏറ്റുമാനൂർ മുമ്പിൽ ഏകദേശം ലക്ഷക്കണക്കിന് ഭക്തങ്ങൾ ഇന്നത്തെ ദർശനത്തിൽ ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ പ്രശസ്തരായ ഗജവീരന്മാർ രാവിലെ തന്നെ അണിനിരന്ന് കഴിഞ്ഞു. ചലച്ചിത്രതാരം ജയറാമിൻ്റെ മേളം അല്പസമയത്തിനകം ഈ ക്ഷേത്ര സന്നിധിയിൽ ആരംഭിക്കുന്നതാണ്. വൈകുന്നേരം രാത്രിയിൽ പ്രശസ്ത ചലച്ചിത്രതാരം നവ്യാനാരുടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരിക്കുന്നതാണ്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് അത് കാണാനായിട്ട്. ഈ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയ നിയോഗം കൂടിയാണ്. ഈ ഒരു വർഷമാണ് ഈ ചടങ്ങുകളൊക്കെ തന്നെ നടത്താനുള്ള ഒരു വലിയ മഹാഭാഗ്യം തന്നെയാണ് അല്ലേ? തീർച്ചയായിട്ടും മഹാഭാഗ്യമായിട്ടാണ് കാര്യങ്ങൾ. ഈ പറഞ്ഞ കേരളത്തിലെ എല്ലാ ഗജവീരന്മാരെയും ഇവിടെ കൊണ്ടുവരാനായി എന്നതാണ്. കഴിഞ്ഞ വർഷവും ഇങ്ങനെ തന്നെ കൊണ്ടുവരുന്നു. എല്ലാ ഗജവീരന്മാരും, അതും ഗജവീരന്മാർ മാത്രമല്ല മേളപ്രമാണികളെയൊക്കെ തന്നെ കൊണ്ടുവരുന്നത്. രണ്ടാം ഉത്സവം തൊട്ട് കേരളത്തിലെ പ്രശസ്തരായ ഗജവീരന്മാരും കേരളത്തിലെ അറിയപ്പെടുന്ന കലാകാരന്മാരും വേദിയിൽ പ്രോഗ്രാമുകൾ അവതരിപ്പിച്ചിട്ടുള്ളൂ. ഈ ഉത്സവ മേഖലയിലെ ഒരു നിറസാന്നിധ്യമായ ഈ ശൈലേഷ് വൈക്കം കൂടി പ്രവർത്തിക്കുകയാണ്. എന്തായാലും നമ്മൾ ഉത്സവ വിശേഷങ്ങളൊക്കെ തന്നെ പറയുകയായിരുന്നു. എല്ലാ ഇടങ്ങളിലും ഇങ്ങനെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ മധ്യ കേരളത്തിൻ്റെ ഒരു ഉത്സവം അതിപ്പോൾ മള്ളിയൂരിൽ നിന്ന് തുടങ്ങി അധികം മുന്നോട്ട് പോകുന്നു, ഏറ്റുമാനൂരേക്ക് എത്തി. എന്തായാലും ഒരു ശരിക്കും പറഞ്ഞാൽ ഏഴര പൊന്നാന ദർശനം അതിനായുള്ളൊരു കാത്തിരിപ്പ്. തീർച്ചയായിട്ടും ഏഴര പൊന്നാന എന്ന് പറയുമ്പോൾ നമുക്ക് ലോകപ്രസിദ്ധമാണ്. മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്തൊരു ചടങ്ങാണ് ഏഴര പൊന്നാന. ഏഴര പൊന്നാനമേൽ അഘോരമൂർത്തി എഴുന്നള്ളുന്ന ആ ദിവ്യ മുഹൂർത്തം ഇന്നാണ് 8-ാം. ഇതൊരു ദർശനം മാത്രമല്ല, നമ്മുടെ ആത്മാവിനെയൊക്കെ തൊട്ടുണർത്തുന്ന ഒരു ദിവ്യ ദർശനമാണ്. ഇല്ലെങ്കിൽ ഒരു എന്താ പറയുക, സ്വർഗത്തിലെ ചൈതന്യവും ഭൂമിയിലെ ശക്തിയും ഒന്നു ചേരുന്ന ഒരു മുഹൂർത്തമാണ്. ഒരുപാട് ഭക്തജനങ്ങൾ അതിനു വേണ്ടി അല്ലേ മാനേജർ പറഞ്ഞ മാതിരി ലക്ഷങ്ങളാണ് ഇവിടേക്ക് ഇന്ന് ഒഴുകിയെത്താൻ കാത്തിരിക്കുന്നത്. അതിനുവേണ്ടി ചടങ്ങുകൾ ആരംഭിച്ചു കഴിഞ്ഞു. ഇനി പത്മശ്രീ നമ്മുടെ ജയറാമേട്ടൻ്റെ മേളത്തോടു കൂടി ഇന്ന് രാവിലെ ഉണരുകയാണ്. 8-ാം ഉത്സവം ഏറ്റുമാനൂരപ്പൻ്റെ പുണ്യഭൂമി ചൈതന്യത്താൽ തുടിച്ചു നിൽക്കുകയാണ്. ഈ ശരിക്കും ശൈലേഷേട്ടൻ പറയുമ്പോൾ കേട്ടോ അതേ അനൗൺസ്മെന്റ് രീതിയിൽ തന്നെ അല്ലേ? അതെ, ഈ ഒരു വിവരണങ്ങൾ അങ്ങനെയല്ലേ? തീർച്ചയായിട്ടും. അല്ല, ഈ ഇവിടെ നിൽക്കുമ്പോൾ ആ ഒരു പോസിറ്റീവ് ഫീലാണ് എല്ലാവർക്കും ഉണ്ടാകുന്നത്. ഭഗവാന്റെ അടുത്തേക്ക് നിൽക്കാൻ ഏറ്റവും ഈ വർഷത്തെ ഉത്സവത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മുടെ മാനേജർ ഞങ്ങൾക്ക് കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു പരിചയമുണ്ട്. ഒരുപാട് ആദ്യമായിട്ട് വന്നു ചേർന്ന ആനകളെ നമ്മളൊരു ആനപ്രേമിയാണ് ബേസിക്. അപ്പോൾ ആനകളെ ഇവിടെ എത്തിക്കാൻ സാധിച്ചു. അപ്പോൾ ഈ ഒരു മധ്യമേഖലയിലെ ഈ ഒരു ഏറ്റുമാനൂരിലെ ഒരു പ്രധാന ഉത്സവം മനോഹരമാക്കി, ആനകളെ കൊണ്ട് സമ്പന്നമാക്കി. കൂടാതെ മേളപ്രമാണിമാർ നമ്മൾ എല്ലാം കോരിത്തരിക്കുന്ന മേളപ്രമാണിമാർ, നമ്മുടെ പൂരത്തിൻ്റെ തൃശ്ശൂർ പൂരത്തിൻ്റെ അമരക്കാരനായിട്ടുള്ള മേളപ്രമാണി കിഴക്കൂട്ട് അനിയന്മാരാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം പറഞ്ഞത് കൊട്ടി മതിയായില്ല എന്നുള്ളതാണ്. കാരണം അത്രയധികം ആസ്വാദകരുണ്ടായിരുന്നു എന്നുള്ളതാണ്. സാധാരണ വടക്കോട്ടൊക്കെ ചെല്ലുമ്പോഴാണ് പഞ്ചാരി മേളത്തിനും പാണ്ഡ്യമേളത്തിനും ഒക്കെ ആസ്വാദകർ കൂടുതലുണ്ടാവുക. ഇവിടെ ഇത്രയും മേളത്തിന് ആസ്വാദകരെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു മുഹൂർത്തം ഉണ്ടാക്കി തന്ന പ്രത്യേകമാണ്. അപ്പോൾ അതെല്ലാം കൊണ്ടും ഒരു മനോഹരമായൊരു ഉത്സവമാണ് നമുക്ക് കിട്ടിയത്. അതോടൊപ്പം തന്നെ ഇപ്പം നേരത്തെ സൂചിപ്പിച്ചിരുന്നു വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കുണ്ടാകും. അതിനുള്ള ഒരു ക്രമീകരണങ്ങൾ എങ്ങനെയാണ് നമ്മൾ തയ്യാറാക്കി? രാത്രി 12 മണിക്കാണ് ആസ്ഥാന മണ്ഡലത്തിലേക്ക് ഏഴര പൊന്നാന ദർശനത്തിനുള്ള ഒരു ഒരുക്കിയത്. അതായത് കേരള പോലീസിൻ്റെയും ഫയർഫോഴ്സിലും മറ്റ് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഉദ്യോഗസ്ഥരും കാണും. ദേവസ്വം ഭാഗത്ത് എല്ലാ ക്രമീകരണങ്ങളും നമ്മൾ ഒരുക്കിയിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഈ ഒരു സമയം? എന്താണ് ഏറ്റവും വലിയൊരു സൗഭാഗ്യമാണ് ഏഴര പൊന്നാന ദിവസം ഏറ്റുമാനപ്പൻ്റെ സന്നിധിയിൽ വന്ന് നിൽക്കാൻ സാധിക്കുക എന്നുള്ളത്. നമ്മൾ ഏറ്റുപറയുന്ന എന്തും ഏറ്റെടുക്കുന്ന മൂർത്തിയാണ് ഏറ്റുമാനപ്പൻ. എന്ത് സങ്കടം പറഞ്ഞാലും എന്ത് സന്തോഷകാര്യങ്ങൾ പറഞ്ഞാലും അതിനെല്ലാം രക്ഷ നൽകുന്ന ഒരു പ്രൊട്ടക്ഷനാണ് ഏറ്റുമാനപ്പൻ. ഏറ്റുമാനപ്പനെ വണങ്ങാതെ എനിക്ക് തോന്നുന്നു ഈ വഴി കൂടെ പോയാൽ ആരും ഏറ്റുമാനപ്പനെ വണങ്ങാതെ പോകില്ല. അത്രയും പവർഫുള്ളായിട്ടുള്ള ഏറ്റുമാനപ്പൻ്റെ സന്നിധിയിൽ ഈ ഏഴര പൊന്നാന ദിവസം നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ്, മഹാസൗഭാഗ്യമാണ്. ഇത് വൈകുന്നേരം ഇവിടെ ആഘോഷം ആർത്തിരമ്പും. എന്തായാലും ഈ കലാകാരന്മാരെയൊക്കെ സംബന്ധിച്ചോളം ഒരു ഭഗവാന്റെ മുന്നിലേക്ക്, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്ര തന്നെയും കൊട്ടിയാലും മതി വരാത്ത ഒരു അനുഭവം. ഇപ്പം ഇവിടെ നിൽക്കുന്ന ഓരോരുത്തർക്കും ആ ഒരു വലിയ പോസിറ്റീവ് ഫീൽ തന്നെ അല്ലേ? തീർച്ചയായിട്ടും. എന്നുവെച്ചാൽ ഇതിൽ എനിക്ക് എൻ്റെ ഒരു എളിയ അഭിപ്രായം, ഈ മറ്റുള്ള ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറയുമ്പോൾ മറ്റുള്ള സ്റ്റേജ് പ്രോഗ്രാം അങ്ങനെയെല്ലാം ഉണ്ട്, നമുക്കും ഉണ്ട് സ്റ്റേജ് പ്രോഗ്രാം. പക്ഷേ നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പരിപാവനത നിലനിർത്തിക്കൊണ്ടാണ്. തീർച്ചയായിട്ടും ഇത് എനിക്ക് പണ്ട് കാലം മുതൽക്ക് ഏറ്റുമാനൂരിൻ്റെ ഒരു പ്രത്യേകത ഇതാണ്. നമുക്ക് ഈ സ്റ്റേജൊക്കെ പുറത്തിട്ടിട്ട് അങ്ങനെയുള്ളൊരു പരിപാടിയല്ല.
ഇവിടെ ഇപ്പം എഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ മേളം, പഞ്ചവാദ്യം, തകില്, നാസരം, ഇത് എഴുന്നള്ളിപ്പിന് വേണ്ടി ആചാരപരമായിട്ട് മണിക്കൂറിൽ എഴുന്നള്ളിപ്പ്, അതിനുശേഷം സ്റ്റേജിലാണെങ്കിലും ഭക്തിഗാനമേളകൾ, അങ്ങനെയുള്ള എല്ലാ പരിപാടികൾക്കൊപ്പം ഒരു എന്താ പറഞ്ഞാൽ ഒരു രാവിലെ വരുമ്പോൾ ഒരു ഭക്തിയുടെ അന്തരീക്ഷമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഏറ്റുമാനൂരപ്പൻ്റെ ഒരു മഹത്വം തന്നെയാണ്. അപ്പം ഒരുവിധപ്പെട്ട എല്ലാ മേള കലാകാരന്മാരും വന്നു കഴിഞ്ഞു. എനിക്ക് തോന്നുന്നത് ഈ 2 വർഷത്തിനിടയ്ക്ക് വരാത്ത ആരുമില്ല. കഴിഞ്ഞ വർഷം നമ്മൾ ചെയ്തതിനെക്കാട്ടിൽ ഒരു പടി മേളിൽ പോയി എന്ന് ഞാനല്ല പറഞ്ഞത്, എല്ലാവരും പറയുന്നുണ്ട്. അതിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് എല്ലാവരും നന്ദിയും. അതിനെല്ലാം അദ്ദേഹം കാരണമാണത്. അവർ വിചാരിച്ചാലല്ലേ, ഭഗവാനാണ് ആദ്യം വിചാരിക്കുന്നത്, അതിൻ്റെ നടത്തിപ്പുകാരോട് വിചാരിക്കുമ്പോഴേ അതിന് പൂർണ്ണത വരുള്ളൂ. അവർ വിചാരിക്കുമ്പോഴേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും ശരിച്ചേട്ടാ, അതോടൊപ്പം തന്നെ ഈ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ കേരളത്തിലെ എല്ലാ ആനകളെത്തുന്നു, എല്ലാ മേളപ്രമാണിമാരെത്തുന്നു. ശരിക്കും പറഞ്ഞാൽ എല്ലാ തൃശ്ശൂർ പൂരത്തിൻ്റെ മോഡലിലേക്ക് തന്നെ എല്ലാ മേളക്കാരെയും എല്ലാ ആനകളെയും ഒക്കെ അണിനിരത്തി ഒരു വലിയൊരു ഉത്സവം തന്നെയല്ലേ? തീർച്ചയായിട്ടും മേളമാവട്ടെ, ആനകളാവട്ടെ, എഴുന്നള്ളത്താവട്ടെ, ഇവിടുത്തെ മറ്റുള്ള ഏത് മേഖലയും ഇപ്പോൾ പുറത്ത് നോക്കുകയാണെങ്കിൽ ഏത് തരത്തിലുള്ള ആസ്വാദകരെയും ഇവിടെ എത്തിക്കാനും അവർക്ക് മനസ്സുകൊണ്ട്, ചിലവർക്ക് കലാപരിപാടികളായിരിക്കും കാണുക ഇഷ്ടം. അതിനുള്ള ഇപ്പോൾ നവ്യ നായർ ഡാൻസ് ചെയ്യുന്നുണ്ട്, നാളെ നമ്മുടെ എം ജി ശ്രീകുമാറിൻ്റെ ഭക്തിഗാനമേളയുണ്ട്. അപ്പം കലാപരിപാടിയായിട്ട് അങ്ങനെയുണ്ട്. അത് കാണുന്നവർക്ക് അത് കാണാനുള്ള സൗകര്യം, 7:30 പൊന്നാന ദർശനത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും, എഴുന്നള്ളത്ത് കാണാനാണെങ്കിൽ അങ്ങനെ നാദസ്വരം, തകില്, പഞ്ചവാദ്യം, പഞ്ചാരിമേളം, അങ്ങനെ എല്ലാ തരത്തിലും. പിന്നെ പുറത്താണെങ്കിൽ അതിഗംഭീരമായ പന്തൽ, കഴിഞ്ഞ പ്രാവശ്യം തൊട്ടുള്ളൊരു പ്രത്യേകതയാണ്. ഇപ്രാവശ്യം അതിഗംഭീരമായിട്ട് അതേപോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. ഇതിൻ്റെ എല്ലാം ചുക്കാൻ പിടിക്കുന്ന ആൾ ഇദ്ദേഹമാണ്, ഭഗവാൻ നിയോഗിച്ചിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതിൻ്റെ എല്ലാ സപ്പോർട്ടും നമ്മുടെ ഭാഗത്തുനിന്നും ഒക്കെ കൊടുക്കുന്നുണ്ട്. എല്ലാം മനോഹരമായിട്ട് നടക്കുന്നുണ്ട്. അത് സന്തോഷമാണ്. നിശ്ചയം അത് തന്നെയാണ്. എന്തായാലും ഈ ആസ്ഥാന മണ്ഡപത്തിന് മുന്നിലേക്ക് തന്നെ നമുക്ക് പോകാം. എന്തായാലും ഇനി ഉള്ള കാത്തിരിപ്പ് ഈ ഒരു ഭഗവാന് മുന്നിൽ ഈ 7:30 പൊന്നാനയ്ക്ക് ദർശിക്കുക എന്നുള്ള ആ ഒരു മഹത്തായ ചടങ്ങിലേക്ക് തന്നെയാകും. എന്തായാലും അതിനുള്ള ഒരു ക്രമീകരണങ്ങളൊക്കെ തന്നെ ഒരുക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്കിലേക്കാകും ക്ഷേത്രസന്നിധി ഒന്നാകെ എത്തുക. എനിക്ക് തോന്നുന്നു ഈ 7:30 പൊന്നാനകളെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എഴുന്നള്ളിക്കുന്ന ഒരു ചടങ്ങുണ്ട്. അല്ലെങ്കിൽ മഹാദേവനെ 11 കൂടിയിട്ടാണ് ആസ്ഥാന മണ്ഡപത്തിലേക്ക് എഴുന്നള്ളിച്ച് കുടിയിരുത്തുക. ആ സമയം മുതൽ 12 മണിക്ക് നട തുറക്കുന്ന സമയം മുതൽ ഇവിടെ ഉണ്ടാകുന്ന ഭക്തജനങ്ങൾ, അല്ലെങ്കിൽ അവരുടെ ചുണ്ടുകളിൽ നിന്ന് ഉയരുന്ന മന്ത്രങ്ങളൊക്കെ എത്രത്തോളം ഭക്തിസാന്ദ്രമായിരിക്കും എന്നുള്ളത് നമുക്കറിയാം. ഭഗവാനെ ഒരു നോക്ക് കാണാൻ വേണ്ടി തിക്കും തിരക്കിലുമാണെങ്കിൽ പോലും ഒരുപാട് ഭക്തരാണ് ഈ സമയത്ത് ഇവിടേക്ക് എത്തിച്ചേരുന്നത്. അതും ഈ 7:30 പൊന്നാനകളുടെ ശോഭയിൽ ഭഗവാനെ കാണുമ്പോൾ അത് എത്രത്തോളം മനോഹരമായിരിക്കും എന്നുള്ളത് ചിന്തിക്കാൻ പോലും വയ്യാത്തൊരു കാര്യമാണ്. കാരണം തനി തങ്കത്തിൽ നിർമ്മിച്ച 7:30 പൊന്നാനകളാണ്. ആ പേര് പറയുന്നത് പോലെ തന്നെ അത്രയും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരിക്കും. ഭഗവാന്റെ ശോഭ വീണ്ടും വീണ്ടും വർദ്ധിച്ച് നിന്നുകൊണ്ട് നമ്മുടെ കണ്ണുകൾക്കെല്ലാം അത്രത്തോളം കുളിർമ നൽകുന്ന ഒരു കാഴ്ചയായിരിക്കും ഈ ആസ്ഥാന മണ്ഡപത്തിൽ നമുക്ക് 12 മണിക്ക് ശേഷം കാണാൻ സാധിക്കുക എന്നുള്ളത് ആലോചിക്കുമ്പോൾ തന്നെ ഉള്ളിൽ വലിയ രീതിയിൽ തീർച്ചയായും ഈ പ്രേക്ഷകർ ഇപ്പോൾ കാണുന്ന ഈ ആസ്ഥാന മണ്ഡപത്തിനുള്ളിലെ ആ കാഴ്ചയാണ്. ഈ ആസ്ഥാന മണ്ഡപത്തിന് ഉള്ളിലാണ് ഈ ഭഗവാന്റെ 7:30 പൊന്നാനകളെയും ഒരു 11 മണിയോടെ എഴുന്നള്ളിച്ച് ഇവിടേക്ക് എത്തുക. കൃത്യം 12 മണിക്ക് തന്നെ ഇവിടെ ദർശനം ആരംഭിക്കും. അതിനുശേഷം വലിയ കാണിക്കേണ്ട ഈ തിരക്കൊന്നുമല്ല, ഈ നാടൊന്നാകെ, ഈ ദേശമൊന്നാകെ, കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അതോടൊപ്പം തന്നെ അന്യനാട്ടിൽ നിന്നും ഒക്കെ തന്നെ ഈ ഭക്തരിങ്ങനെ ഭഗവാന്റെ നടയിലേക്ക്, ഭഗവാന്റെ തിരുമുന്നിലേക്ക് ഈ 7:30 പൊന്നാന ദർശനത്തിനായി ഈ ഒരു സമയത്തേക്ക് ഈ ഒരു മണ്ണിൽ നിൽക്കുക എന്നത് ജീവിതത്തിലെ അമൂല്യമായ ഒരു ഇഷ്ടകാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ടൊക്കെ 7:30 പൊന്നാന ദർശനം അത്രത്തോളം മഹത്തരമാണ് എന്ന് കേട്ടിട്ടുണ്ട്. കാരണം നമുക്കറിയാം, മാർത്താണ്ഡവർമ്മ തമ്പുരാൻ ഈ 7:30 പൊന്നാനങ്ങളെ ഇതിലേക്ക് സമർപ്പിക്കണമെന്ന് വിചാരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായിരുന്ന കഷ്ടതകളെല്ലാം മാറിക്കഴിഞ്ഞാൽ സമർപ്പിക്കാമെന്നാണ് നേരുന്നത്. പക്ഷെ അദ്ദേഹം നാട് നീങ്ങിയെങ്കിലും ധർമ്മരാജാവാണ് പിന്നീട് ഇവിടെ ഈ 7:30 പൊന്നാനകളെ സമർപ്പിക്കുന്നത്. അപ്പോൾ അത്രത്തോളം അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമുക്ക് അനുഷ്ഠിക്കാൻ പറ്റുന്ന ഒരു വലിയ ആചാരത്തിൻ്റെ ഭാഗമാവാനാണ് ഇന്ന് രാത്രി ഏറ്റുമാനൂർ മാറുന്നത് എന്നുള്ളതാണ്. ഒരു വർഷത്തിൻ്റെ കാത്തിരിപ്പാണ് ഏട്ടൻ പറഞ്ഞതുപോലെ. ഇനി എനിക്കൊരു വർഷത്തിൽ 2 ദിവസം മാത്രമാണ് നമുക്ക് 7:30 പൊന്നാനകളെ കാണാൻ സാധിക്കുക. അതിൽ ഇങ്ങനെ ചെറിയ കുഞ്ഞാനയെ മാത്രമാണ് നമുക്ക് വിഷുവിന് കണിക്കൊപ്പം കാണാൻ സാധിക്കുക. മറ്റു ആനകളെ ഒന്നും ഇനി ഒരു വർഷക്കാലത്തേക്ക് ശേഷം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പോൾ അത്രത്തോളം അപൂർവമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അത് അത്രത്തോളം വിലമതിക്കുന്നതുമാണ് എന്നുള്ളതല്ലേ. അതെ, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ദിവസം ഈ മണ്ണിലേക്ക് നിൽക്കുക എന്നത് അതൊരു മഹാഭാഗ്യമായി തന്നെയാണ് കരുതുന്നത്. എന്തായാലും
ഈ പ്രധാന സമയങ്ങളിലെ എഴുന്നള്ളിപ്പുകൾ അതോടൊപ്പം തന്നെ ഏഴര പൊന്നാന ദർശനത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങൾ ഇത്തവണ പ്രേക്ഷകരിലേക്ക് ജനം TV എത്തിക്കും. രാത്രി 10:30 മുതലാണ് തത്സമയ സംപ്രേഷണം ആരംഭിക്കുക. 1 മണി വരെയും ഈ ഒരു സന്നിധിയിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകരെ എത്തിക്കുക. എന്തായാലും അതിനുള്ള ഒരു വലിയ തിരക്ക് കൂടിയാണ് ഈ സന്നിധാനത്തൊന്നാകെ, ഭഗവാന്റെ തിരുസന്നിധി ഒന്നാകെ എന്തായാലും ഭക്തരെ കൊണ്ട് നിറയുന്നു. എന്തായാലും ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേളത്തിലേക്ക് പോവുകയാണ്. എല്ലാ വർഷവും കഴിഞ്ഞ 9 വർഷമായിട്ട് ജയറാമാണ് ഈ ഒരു ദിവസം മേളം അവതരിപ്പിക്കുക. എന്തായാലും അതിനായുള്ള ഒരു കാത്തിരിപ്പിലാണ്. 9:30യോടെയാണ് ആ മേളം ആരംഭിക്കുക. എന്തായാലും എല്ലാവിധ ക്രമീകരണങ്ങളും എല്ലാവിധ ഒരുക്കങ്ങളും ഈ ഭഗവാന്റെ സന്നിധിയിൽ പൂർത്തിയായിരിക്കുകയാണ്. എന്തായാലും ഏഴര പൊന്നാന ദർശനത്തിനായുള്ള ഒരു കാത്തിരിപ്പിലാണ് ഈ മഹാദേവന്റെ സന്നിധിയിലേക്ക് ഭക്തരൊക്കെ തന്നെ എത്തുന്നത്. ആ ഒരു കാത്തിരിപ്പിൻ്റെ നിമിഷങ്ങളിലേക്ക് തന്നെയാണ് പോവുകയും ചെയ്യുന്നത്. അരുൺ സൂചിപ്പിച്ചതുപോലെ 1 വർഷം നീണ്ട കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണ്. ആ പുണ്യ നിമിഷത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഏറ്റുമാനൂരുകാർ. ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ പല കോണുകളിൽ നിന്ന് നിരവധി ഏഴര പൊന്നാന എന്തൊരു കൺസെപ്റ്റാണ്. ഈ അരുൺ കൊടുങ്ങൂരിനും ശില്പയ്ക്കും പിന്നിൽ ആനകൾ അങ്ങനെ നിരന്നിരിക്കും. കഴിയുമെങ്കിൽ അവിടേക്ക് കൂടി ഒന്ന് പോകണം അരുൺ. തീർച്ചയായും അങ്ങോട്ട് തന്നെ പോകാം. എന്തായാലും എഴുന്നള്ളിപ്പോൾ ആ ഒരു തിരക്കിൻ്റെ ഒരു പ്രശ്നമുള്ളതുകൊണ്ട് മാത്രമാണ് നമ്മൾ ഈ ഒരു വശത്തേക്ക് മാറുന്നത്. എന്തായാലും ആ ദൃശ്യങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകാൻ കാരണം ഭഗവാന്റെ എഴുന്നള്ളിപ്പാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു എഴുന്നള്ളിപ്പാണ്. ഇത് വലം വെച്ച് വരുമ്പോഴാണ് പ്രസിദ്ധമായ മേളം നടക്കുക. ജയറാമാണ്, ചലച്ചിത്ര താരം ജയറാമാണ് ഈ മേളത്തിന് അകമ്പടി ഏകുന്നത് അല്ലെങ്കിൽ പ്രമാണിത്വം വഹിക്കുന്നത്. എന്തായാലും ഈ ഓരോ വർഷവും ഭഗവാന്റെ മുന്നിലെത്തുമ്പോൾ അതൊരു വലിയ അനുഭവമാണ് അദ്ദേഹം പങ്കുവെക്കുകയും ചെയ്യുന്നത്. എന്തായാലും അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മേളപ്രപഞ്ചം തീർക്കാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഏറ്റവും മികച്ച കലാകാരന്മാർ, ഏറ്റവും മികച്ച ആനകൾ, അങ്ങനെ ഭഗവാന്റെ മുന്നിലേക്ക് സമർപ്പിക്കുന്ന ആ മേളമാകട്ടെ, അതോടൊപ്പം തന്നെ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളൊക്കെ ആകട്ടെ, ഏറ്റവും വലിയ കലാപരിപാടികളൊക്കെ ആകട്ടെ, ഏറ്റവും പ്രമുഖരായ ആളുകളെ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു പരിപാടികൾ തന്നെയാണ് ഈ ഇവിടേക്ക് ഇത്രയും ആനകൾ ഇങ്ങനെ നിരങ്ങി വന്ന് ഒപ്പം തന്നെ ഭഗവാന്റെ തിടമ്പ് ആനപ്പുറത്തിരിക്കുന്നത് കാണുമ്പോൾ അതിൻ്റെ ഒരു ശോഭ ആളുകളിലേക്ക് എത്തുമ്പോൾ ഇവിടെ കൂടി നിൽക്കുന്ന എല്ലാവരിലും ഉണ്ടാകുന്ന ഒരു അനുഭൂതി എന്ന് പറയുന്നത് അത്രത്തോളം വലുതാണ് എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം ഭക്തിയൊഴുക്കി നടക്കുന്ന ഒരു ചടങ്ങ് കാണാൻ വേണ്ടി എത്രയോ ദൂരങ്ങളിൽ പോലും ഇന്ന് ഒരുപാട് പേരാണ് ഏറ്റുമാനൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പോലും ഈ ദിവസം ഈ ഏഴര പൊന്നാന ദർശനത്തിന് വേണ്ടി നമുക്ക് കാണാൻ വേണ്ടി എത്തുന്നവരുണ്ട്. അപ്പം തന്നെ വലിയ കാണിക്കുകയാണെങ്കിലും അത് സമർപ്പിക്കുക എന്ന് പറയുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗമായി കാണുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ ഇതിനെല്ലാം വേണ്ടിയിട്ട് അതിൽ അഘോരമൂർത്തിയായിട്ടുള്ള മഹാദേവന്റെ ഭാവം എന്ന് പറയുന്നത് അതുകൊണ്ട് എല്ലാ ക്ഷേത്രങ്ങളിലും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ഭാവമല്ല. അത്രത്തോളം വിരളമാണ് ആ ഭാവം കാണുക എന്ന് പറയുന്നത്. മുന്നിലെത്തുന്ന എല്ലാ ഭക്തർക്കും അനുഗ്രഹം ചൊരിഞ്ഞ് എല്ലാ സങ്കടങ്ങളും തീർക്കുന്ന ഒരു മൂർത്തി. ആ ഒരു മൂർത്തിക്ക് മുന്നിലെ ആ ഒരു വലിയ ഉത്സവം അത് തന്നെയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഒരു ഭഗവാന്റെ ഉത്സവം അത് എത്രത്തോളം ഭംഗിയാക്കാവോ അത്രത്തോളം ഭംഗിയാക്കി ഏറ്റവും നല്ല കലാകാരന്മാരെ കൊണ്ടുവരിക, ഏറ്റവും നല്ല ആനകളെ കൊണ്ടുവരിക, അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല സമയങ്ങൾ ഒരുക്കുക. അങ്ങനെ എന്ത് രസമാണ് ആ ഒരു കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് കാണാൻ. ഭഗവാൻ ഇങ്ങനെ ആനപ്പുറത്ത് വയ്ക്കുന്നു, അതോടൊപ്പം തന്നെ ആലവട്ടങ്ങളും പഞ്ചാമരങ്ങളും ഒക്കെ വെച്ച് ഏറ്റവും ഉത്സവത്തിന് ഏറ്റവും കൃത്യമായ കാഴ്ചകളൊക്കെ തന്നെ ഈ ഒരു മണ്ണിൽ നിന്ന് നമുക്ക് പകർത്തി നൽകാനാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. വലിയൊരു അനുഭൂതിയാണ് എല്ലാ ആൾക്കാർക്കും സംബന്ധിച്ചിടത്തോളം. കാരണം ആ ഒരു ഭംഗി ഭഗവാനെ കൂടി കാണുക എന്ന് പറയുമ്പോൾ അതിലും വലിയൊരു ഭംഗിയാണ്. ഇനി ഇതുപോലെയുള്ള 8 ആനകളുടെ 7 വലിയ ആനകളും ഒരു ചെറിയ ആനയുടെ അകമ്പടിയോട് കൂടിയിട്ടാണ് പൊന്നാന ദർശനം ഉണ്ടാകാൻ പോകുന്നത്. അത് തന്നെയാണ് ഈ എഴുന്നള്ളിപ്പുണ്ട്. ഇതിനുശേഷം രാത്രി 12 മണിക്ക് അതിനുശേഷം ദർശനം നടത്തുന്നു. അതിനുശേഷം ഏകദേശം ഒരു 2 മണിയോടുകൂടിയൊക്കെ ആയിരിക്കും ആ എഴുന്നള്ളിപ്പ് ആരംഭിക്കുക. ഇതുപോലെ ഇങ്ങനെ 9 ആനകൾ ഇങ്ങനെ ഇവിടെ എഴുന്നള്ളി നിൽക്കുക, ഭഗവാന്റെ പുണ്യ തിടമ്പ് ശിരസിൽ എത്തിക്കൊണ്ട് പ്രധാന ആരംഭിക്കുക. അതിനുശേഷം ഇതിന് മുന്നിലായി ഈ 7 പൊന്നാനകൾ ഇങ്ങനെ അണിനിരക്കുന്ന ഒരു മനോഹരമായുള്ളൊരു കാഴ്ചയുണ്ട്. ശരിക്കും ഏറ്റുമാനൂർ ഉത്സവത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ, ഏറ്റവും ഭവ്യമായ, ഏറ്റവും എന്താ പറയുക, ഒരു വാക്കുകൾ വിവരിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഏറ്റവും മനോഹരമായുള്ള ഒരു കാഴ്ചയാണ്. എന്നാലും ആ രാത്രി ആ ഒരു തീവട്ടിയുടെ പ്രഭയിൽ, വിളക്കുകളുടെ ദീപപ്രഭയിലൊക്കെ തന്നെ ഈ 7 പൊന്നാനകൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ആ മനോഹരമായ കാഴ്ച, അതോടൊപ്പം തന്നെ ഈ ഗജവീരന്മാരിങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്ന ആ ഒരു കാഴ്ച, അങ്ങനെ ഏറ്റവും മനോഹരമായ കാഴ്ചകൾ തന്നെയാണ് ഇന്ന് രാത്രിയിലും ഇവിടെ കാണാനാകുക. എന്തായാലും അത്ര വലിയ ഒരു തിരക്കിലേക്കൊക്കെ തന്നെ ഇപ്പോൾ തന്നെ ഞാൻ കേട്ടിട്ടുണ്ട് ഈ 7 പൊന്നാനകൾ എഴുന്നള്ളിക്കുന്ന സമയത്ത് അതിൽ ഈ കുഞ്ഞിയാന മാത്രം
മാത്രം ഇങ്ങനെ ഓടി നടക്കുന്നുണ്ടാകും എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ പൊതുവെ ഇവിടെ ഉള്ളവർ പറയാറുണ്ട് അത് കുഞ്ഞാന ആയതുകൊണ്ട് കുസൃതി കാരണമാണ് ഇങ്ങനെ ഓടി നടക്കുന്നത്. മറ്റു ആനകളൊക്കെ കൃത്യമായ ഒരു വടിയിൽ നീങ്ങുമ്പോൾ ഈ ആന മാത്രമാണ് ഇത്ര ഓടിയിട്ട് നീങ്ങുന്നത്. അപ്പോൾ അത്രത്തോളം ഒരു കൗതുകം ഉണ്ടാക്കുന്നുണ്ട് കേൾക്കുമ്പോൾ തന്നെയല്ലേ. ഈ തീർച്ചയായും നോക്കൂ, ഞാനിപ്പോഴും പറയുന്നു 7.5 പൊന്നാന. ആ വാക്കുകൾ തന്നെ ഒഴുകി നടപ്പാണ്. 7.5 പൊന്നാന ആനകളുടെ ആ വാക്കുകളെ അനർത്ഥമാക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളുമാണ്. അത് എന്ത് രസമാണ് ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ. ക്ഷേത്രത്തിലൊന്ന് നേരിട്ട് പോകാൻ തോന്നുന്ന കാഴ്ചകളാണ് അവിടെ ഉള്ളത്. അപ്പോൾ സ്വാഭാവികമായും ഭക്തർ എന്തുകൊണ്ട് അവിടേക്ക് എത്തുന്നു എന്നതിന് മറ്റൊരു കാഴ്ച വേണ്ടല്ലോ. ഉത്സവമാണ്, ആഘോഷമാണ്, 7.5 പൊന്നാന ദർശനമാണ്. ഭക്തരെല്ലാവരും കാത്തിരിക്കുന്ന നിമിഷങ്ങളിലേക്ക് എന്തായാലും അവിടേക്ക് നേരിട്ട് എത്താൻ പറ്റാത്തവരും നിരാശപ്പെടേണ്ട എന്നുള്ളതാണല്ലേ. NTV-യിലൂടെ കൃത്യമായി എല്ലാ ചടങ്ങുകളും, പ്രധാനപ്പെട്ട എല്ലാ ചടങ്ങുകളും കാണിക്കുന്നുണ്ട്. അത് അർദ്ധരാത്രി കഴിഞ്ഞാലും 12 മണിക്കാണ് ഈ 7.5 പൊന്നാന ദർശനം സാധ്യമാകുന്നത്. ആ സമയത്തും നമ്മൾ വളരെ സജീവമായി തന്നെ പ്രേക്ഷകരിലേക്ക് ആ ദൃശ്യങ്ങൾ, അവിടുത്തെ കാഴ്ചകൾ, അവിടുത്തെ ചടങ്ങുകൾ എല്ലാം തന്നെ സജീവമായി എത്തിക്കും എന്നുള്ളതാണ്. നിങ്ങൾ കാത്തിരിക്കണം എന്നുള്ളതാണ്. നമുക്കൊപ്പം തുടരണം എന്നുള്ളത്. അരുൺ കൊടുങ്ങൂരിനും പിടിപ്പത് പണിയുണ്ട്. അതെ, അവിടെ തുടരുക.